ശ്രീ പി വി അൻവർ എം.എൽ.എ. ഈ പോലീസ് സംഘം താങ്കളുടെ ചുറ്റിനുമുണ്ടോ അവിടെ? ഇഷ്ടംപോലെ പോലീസുണ്ട്. പിണറായിക്ക് ഇഷ്ടംപോലെ പോലീസ് ഉണ്ടല്ലോ. പോലീസിന് എണ്ണത്തിലൊന്നും കുറവില്ലല്ലോ. അല്ല, ഇതെന്താണ് അവർ പറയുന്നത്? താങ്കൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണോ? അതെ, അറസ്റ്റ് ചെയ്യാമെന്നാണ്. അവര് അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മെമ്മോ കിട്ടിയാൽ ഞാൻ അറസ്റ്റ് വഴങ്ങും. ഈ താങ്കൾ സിറ്റിംഗ് എം.എൽ.എ. ആണല്ലോ, അപ്പോൾ ഈ സ്പീക്കറുടെ അടക്കം അനുമതി തേടേണ്ട ഇക്കാര്യത്തിൽ അത് വേണ്ടെന്നാണോ പോലീസ് പറയുന്നത്? അല്ല, പിണറായി മുഖ്യമന്ത്രി ആയിരിക്കും. എന്തിനാ സ്പീക്കർ? പിണറായി അല്ലേ തീരുമാനിക്കുന്നത് ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ കൊല്ലണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ പിണറായി ശശിയും ഉണ്ടല്ലോ. സഹായത്തിന് അജിത് കുമാറും ഉണ്ട്. അവർക്കെന്ത് നിയമം? നിയമമൊക്കെ കോടതിയിലല്ലേ. അപ്പോ അവർക്ക് തോന്നിയത് അവർ ചെയ്യട്ടെന്ന്. കേരളത്തിലെ ഒരു എം.എൽ.എയുടെ സ്ഥിതി, ഞാൻ ഇവിടെ കക്കാനും കൊല്ലാനും പോയതല്ല. ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നു. ഈ 9 ദിവസത്തിനുള്ളിൽ 6 മരണ ആന ചവിട്ടിക്കൊന്നത്. അതിൽ DF ഓഫീസിൽ ഒരു പ്രതിഷേധം നടത്തിയതിനാ, വേറൊന്നുമില്ലല്ലോ. നടക്കട്ടെ. ശ്രീ പി വി അൻവർ, ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, കേരളം കണ്ടതാണ്. അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗത്തോ അത്തരത്തിലോ ഒന്നും താങ്കൾ അവിടെ കാണുന്നുമില്ല. എന്നിട്ടാണ് ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത്. അതേന്നെ, ചെയ്യട്ടെന്ന്. ഇതൊക്കെ ഇപ്പൊ കേരളത്തിലെ 3.5 കോടി ജനം കണ്ടുകൊണ്ടിരിക്കല്ലേ. ജനങ്ങളത് മനസ്സിലാക്കട്ടെ. അത്രയല്ലേ ഉദ്ദേശിക്കേണ്ടതുള്ളൂ. ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അധികാരത്തിന്റെ ദ്വര മൂത്തിരിക്കുകയാണ്. അധികാരം അഹങ്കാരമായി മാറുകയാണ് പിണറായിക്ക്. അത് കേരളത്തെ ജനം വിലയിരുത്തട്ടെന്ന്. ഇപ്പോൾ ഈ അറസ്റ്റ് വിവരം താങ്കളെ അറിയിക്കുന്ന ആരാണ്? ഡിവൈഎസ്പി ആണോ അവിടെ ഉള്ളത്, ശ്രീ പി വി അൻവർ? അതെ 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 അതെ, ഡിവൈഎസ്പിമാരുണ്ട്. ഈ വകുപ്പുകൾ ഏതൊക്കെയെന്നാണ് താങ്കളോട് പറയുന്നത്? ഇല്ല, നോട്ടീസ് കിട്ടിയിട്ടില്ല. വകുപ്പുകൾ ഇഷ്ടംപോലെ എഴുതി ചേർക്കാലോ. പിണറായിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന നിർദ്ദേശപ്രകാരം അത് എഴുതുകയല്ലാതെ ഈ പാവപ്പെട്ട പോലീസുകാർ എന്ത് ചെയ്യും? അവരതിൽ എന്താ പറയാ, അവർ ഹെൽപ്ലെസ് അല്ലേ. അവരതിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതായത് ഇത് മുകളിൽ നിന്ന് കൃത്യമായൊരു നിർദ്ദേശം വരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സന്നാഹം. അത്തരത്തിൽ താങ്കൾ ഒരു എം.എൽ.എ. ആണ്, അവിടുത്തെ ജനപ്രതിനിധിയാണ്, അവിടെ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ അത്തരത്തിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. അതൊരു പക്ഷേ താങ്കളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ പ്രതിരോധിക്കാൻ എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ വലിയൊരു പോലീസ് സന്നാഹം വീട്ടിലേക്ക് അങ്ങനെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അവിടെ, ശ്രീ പി വി അൻവർ? അല്ല, അത് അവരുടെ ഉദ്ദേശം അതാണല്ലോ. ഇപ്പൊ ഒരു കൊള്ളക്കാരനെ നമ്മളെ ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ പണ്ടിങ്ങനെയായിരുന്നു. വലിയ കൊള്ളക്കാരെ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, വീരപ്പനെ അറസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ആ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ടാവും. അത് പിന്നെ ഈ കോടതിയിൽ എത്തുമ്പോഴല്ലേ അറിയുള്ളൂ. ഞാനിവിടെ ചെയ്തത് എന്താണ്, ഈ പോലീസിൽ നടന്ന അതിക്രമങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. പോലീസിൽ നടന്ന വർഗീയതയെ കുറിച്ച് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അജിത് കുമാറും സുജിത്താസും നടത്തിയ തോന്നിവാസങ്ങൾ പറഞ്ഞു. എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞു. ഇത് പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞതാണ്. അതാണല്ലോ ഒന്നാമത്തെ തെറ്റ്. ഇപ്പൊ എന്താ, മലയോര മേഖലയിലെ ക്രൈസ്തവ സമുദായം, അവരാണ് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്നത്. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയമ ഭേദഗതികൾ രാജ്യത്തിന്റെ നിയമസഭയിൽ കൊണ്ടുവരുമ്പോ അതിനെ എതിർക്കാൻ, അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയാൻ പോയി. ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. അതാണ് രണ്ടാമത്തെ തെറ്റ്. അപ്പോ അവര് തീരുമാനിക്കട്ടെ എന്ന്. അധികാരം അവരുടെ കയ്യിലല്ലേ, അവർ തീരുമാനിക്കട്ടെ. ഇതിപ്പോ ആരുടെ നിർദ്ദേശമാണ് ശ്രീ പി വി അൻവർ ഈ വലിയ പോലീസ് സന്നാഹം വരുന്നത്, അറസ്റ്റിനൊരുങ്ങുന്നത്? ആരുടെ നിർദ്ദേശമാണ്? സ്വാഭാവികമല്ലേ, ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹത്തിന്റെ അറിവോടും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടും ആ ഓഫീസിൽ പി ശശിയും അജിത് കുമാറും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ തീരുമാനം ഉണ്ടാകൂ. ഇതാർക്കാ അറിയാത്തത്? കേരളത്തിലെ ജനതയ്ക്ക് എല്ലാവർക്കും അറിയല്ലോ. ശ്രീ പി വി അൻവർ, റിസൾട്ടാണ്. അതെ, നമ്മൾ ഒട്ടനവധി സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിനൊക്കെ അതിൽ വിധി വരുന്നത് വരെ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന കേരള പോലീസ് നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ താങ്കളൊരു ജനപ്രതിനിധിയാണ്, നാടിന്റെ എം.എൽ.എ. ആണ്, അവിടെ നിന്ന് എവിടേക്കും ഒളിച്ചോടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഈ തിരക്കിട്ട നീക്കത്തിന് പിന്നിൽ അത്തരത്തിലൊരു നിർദ്ദേശം ഇതിനോടകം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഒളിച്ചോടാനോ അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകാനോ ഉള്ളവനല്ലോ. ഞാനിത് നേരിടാനുള്ള തയ്യാറായിട്ടുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഈ സമുദായത്തില് ഉണ്ടായ വിഷയം, ആ വിഷയം വന്നപ്പോ നമുക്കറിയാം, ക്രൈസ്തവ സഹോദരങ്ങളാണ് ഈ മലബാരത്ത് താമസിക്കുന്നത്. മുമ്പ് ഈ സമരങ്ങൾക്ക് ഇറങ്ങിയിരുന്നത് തിരുമേനിമാരാണ്, ബിഷപ്പുമാരാണ്. ഇന്ന് അവരെ പോലും ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ്. അവർ ശ്വാസം മുട്ടുകയാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാതെ. കേന്ദ്രത്തിന്റെ ഭീഷണി, സംസ്ഥാനത്തിന്റെ ഭീഷണി.
അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഇത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഈ വന്യമൃഗ ശല്യം ഇത്ര രൂക്ഷമാകുമ്പോൾ, ഫോറസ്റ്റുകാർക്ക് അധികാരം കൊടുക്കുന്ന നിയമസഭയിൽ പുതിയ ബില്ല് വരുമ്പോൾ, കേരളത്തിലെ വാട്ടർ കോഴ്സുകൾ മുഴുവൻ ഫോറസ്റ്റിന്റെ അധീനതയിലാക്കാനുള്ള അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ, ഒരാളിതിന് ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഈ മലയോരത്ത് ജീവിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റി, അത്രേ ഉള്ളൂ. അതിനവർ ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന്. ഇപ്പോൾ ഈ ഡോക്ടർ താങ്കൾ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ വൈദ്യ പരിശോധന അങ്ങനെ ഒരു നടപടിക്രമമാണോ ശ്രീ പി വി അൻവർ? അല്ലല്ല, ഞാനിപ്പോ അവിടെ പോയിട്ട് എനിക്ക് നെഞ്ഞുവേദന അഭിനയിച്ച ഹോസ്പിറ്റലിൽ പോയി കിടക്കാനൊന്നുമില്ല. അപ്പൊ ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ നോക്കാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ എന്ന് തിരിച്ചു വരുന്ന അറിയില്ലല്ലോ. ആ പോകുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പ് നടത്തുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഈ ഡിവൈഎസ്പി താങ്കളുടെ തൊട്ടടുത്തുണ്ടോ? അവിടെ താങ്കളുടെ അടുത്തുള്ള ഡിവൈഎസ്പി ആണോ ശ്രീ പി വി അൻവർ? അത് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തെ മുഖപരിചയമല്ല എനിക്ക്. ഒരു ഡിവൈഎസ്പി അല്ല, 2-3 ഡിവൈഎസ്പിമാരുണ്ടെന്ന് തോന്നുന്നു. ഈ ആ നാടിന്റെ ജനപ്രതിനിധിയാണ് താങ്കൾ, എന്തിനീ വലിയ പോലീസ് സന്നാഹം എന്നൊരു പക്ഷേ എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും. കാരണം നാളെ ഒരു നോട്ടീസ് നൽകിയാൽ താങ്കൾ അവിടെ എത്താവുന്നതേ ഉള്ളൂ, താങ്കൾ അവിടെ എത്തുകയും ചെയ്യുമല്ലോ. അല്ല, അതിപ്പോ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തുകയല്ലേ. ഒരു MLA യുടെ സ്ഥിതി ഇതാണെങ്കിൽ ആ സർക്കാരിനെതിരെ, പിണറായിക്കെതിരെ വാ തുറക്കാൻ ഇനി ആരാണ് കേരളത്തിലുള്ളത് എന്നൊന്ന് കാണിച്ചു തരണം. ആ ഭീഷണിയുടെ ഭാഗം കൂടിയല്ലേ ഈ പോലീസ് സന്നാഹവും ഈ പറയുന്ന ഈ നാടകമൊക്കെ. ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ചെല്ലും. ഏത് സ്റ്റേഷനിലേക്കാണ് വേണമെന്ന് വെച്ചാൽ ഞാൻ. ശ്രീ പി വി അൻവർ MLA അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ടെലിഫോൺ ബന്ധം അത് വിച്ഛേദിക്കപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് തൊട്ടടുത്ത് ഡിവൈഎസ്പിമാരുണ്ട്, അവർ അറസ്റ്റ് വിവരങ്ങൾ അറിയിക്കുകയാണ്, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു, താൻ അറസ്റ്റിന് വഴങ്ങും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഡോക്ടറോട് അവിടേക്ക് എത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്, ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടി. അതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് അറസ്റ്റിന് വഴങ്ങും.